ആദ്യം ഞാൻ ശൈലജ ടീച്ചറിനോട് ചോദിക്കുകയാണ്. ഇന്ന് വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ട ചില പരാമർശങ്ങളൊക്കെ തന്നെ അമ്പരപ്പിക്കുന്നതും നടുക്കുന്നതും ആയിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയാണ്, നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാളും ചേരിതിരിവുകൾ ഉണ്ടാകാനുള്ള സൂചനകൾ വന്നു തുടങ്ങി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. എൻ്റെ സംശയം ടീച്ചർ, ഇത്തരം പ്രഖ്യാപനങ്ങൾ പരസ്യമായി സമുദായ നേതാക്കന്മാർ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അതിന് തള്ളിപ്പറയാത്തത്? ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവരവർ കൈയാളുന്ന ആശയം മുറുകെ പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ മുഖ്യധാര പാർട്ടികളുണ്ട്. അവയിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇടതുപക്ഷം എന്നും വർഗീയതക്കെതിരാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷതയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും മതേതരത്വം എഴുതി ചേർത്തിട്ടുണ്ട്. ഈ മതേതരത്വം ഭരണഘടനയിൽ ഉള്ളതുകൊണ്ട് തനിയെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വൈവിധ്യങ്ങളാർന്നതും ചില വർഗീയ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുള്ളതുമായ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യത്തെ മതേതര രാജ്യമായിട്ട് നിലനിർത്തണമെങ്കിൽ കരുതിക്കൂട്ടിയ ഇടപെടൽ ആവശ്യമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില പാർട്ടികളിൽ നിന്നടക്കം അത്തരത്തിലുള്ളൊരു നീക്കമല്ല. പലപ്പോഴും വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. അതിനെയാണ് ഞങ്ങൾ കർശനമായിട്ട് എതിർക്കുന്നത്. വർഗീയത സ്ഫുരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ഇടതുപക്ഷം എതിർക്കും. സാമുദായിക നേതാക്കൾ അവർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവർ നല്ലത് പറയുമ്പോൾ സ്വീകരിക്കും, അവർ പറയുന്നത് ശരിയല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ടീച്ചറെ, ഒരു കാര്യം, യഥാർത്ഥത്തിൽ CPM പോലെയുള്ളൊരു വലിയ കക്ഷി തന്നെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുമോ? അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വഴിയില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. അദ്ദേഹം പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് മടിയില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന ഏതെങ്കിലും കാര്യം ഇടതുപക്ഷത്തിൻ്റെ സാധാരണയായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായത്തിന് ഭിന്നമാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാറുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.